ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ തനൂസ് വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നിന്ന് വന്നിട്ടുള്ളത് ഗായ്സ്. നമ്മൾ കുറേ കാലമായി വീഡിയോ ചെയ്തത്, രണ്ട് മൂന്ന് മാസമായി വീഡിയോ ചെയ്തത്. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ഉപകാരമായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ വെറും 10 റുപ്യ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചോക്കോപ്പാർ നമുക്ക് ഉണ്ടാക്കട്ടോ. വെറും കയ്യിൽ 10 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ചോക്കോപ്പാർ ഉണ്ടാക്കാം ഗൈസ്. അപ്പം നമ്മളിന്ന് കുക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, സിമ്പിളാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചോക്കോപ്പാർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മൾ ചോക്കോപ്പാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തനൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് വയ്ക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പം എല്ലാവരും സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ 3K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്, 3.41K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചോക്കോപ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ടാണ് ചോക്കോപ്പാർ ഉണ്ടാക്കുന്നത് വെച്ചാൽ, അപ്പോൾ എല്ലാവർക്കും സംഭവമാണ് ഹോറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ ചോക്കോപ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ചോക്കോപ്പാർ ഉണ്ടാക്കണേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ചോക്കോപ്പാർ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ സെറ്റ്. ഹലോ ഗൈസ്, പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ചമ്മന്തി ആക്കണം. ഇങ്ങനെ കുറച്ച് അത്യാവശ്യം ചമ്മന്തി ആക്കണം കേട്ടോ. ചമ്മന്തി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ചമ്മന്തി ആക്കാം ഗൈസ്. ചമ്മന്തി ഇതുപോലെ അങ്ങനെ ഗൈസ് കൈകൊണ്ടൊക്കെ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കാം, പൊട്ടിപ്പിക്കുക. ഞാൻ ആ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ബിസ്ക്കറ്റ് ഉള്ളിൽ കാണാത്ത കുടുംബത്തിൽ അങ്ങനെ പൊടി ആക്കാം. ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ഇതുപോലെ കേട്ടോ ഗൈസ്. ഇതുപോലെ നമ്മൾ ഈ ബിസ്ക്കറ്റ് ശ്രദ്ധിക്കുമ്പോൾ പാക്കത്ത് പൊടിയാരെ അടിക്കണം ഗൈസ്, എന്നാലെങ്കിലേ കുളവും. ഓക്കെ, ഇതുപോലെ അങ്ങനെ അടിച്ച് ചമ്മന്തി ആക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇതുപോലെ നമുക്ക് അടിക്കുക ഗൈസ്. അത്യാവശ്യം പൊടി അതിനകത്ത് ഗൈസ് ബിസ്ക്കറ്റ്. ഓക്കെ ഗൈസ്, ഗൈസ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബിസ്ക്കറ്റ് പൊടിയായിട്ടോ. അപ്പം നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇവിടെ സെൻറ്ററിൽ നമുക്ക് മുറിക്കണം. ഓക്കെ, ഒന്നും കൂടി നമുക്ക് പൊടിയാക്കുക. ഒന്നും കൂടി പൊടിയാക്കാണ്ട് അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. അല്ല, നമ്മൾ കട്ടി പൊടി ആക്കിയില്ലെങ്കിൽ അത്യാവശ്യം പൊടിയാക്കിയാണ്ട്. ഓക്കെ അപ്പം നമ്മൾ പൊടിയാക്കി ഗൈസ്. ഇനി നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗം ഇവിടെ മുറിക്കണം. കട്ടർ എടുക്കാം, ഇവിടെ നമുക്ക് മുറിക്കാം. അതിന് മുമ്പ് തന്നെ അത് മുറിക്കുമ്പോൾ നമ്മൾ സെറ്റിച്ച് മുറിക്കണം കേട്ടോ. ഇതിൻ്റെ മേലാവണം, ഇവിടെ അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ. സെൻറ്റർ ഭാഗം അവിടെ ഏറ്റവും മുകളിൽ സെൻറ്ററല്ല, എന്നാലും മുറിക്കുക ഗൈസ്. അപ്പം വീടിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് വയ്ക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ല ഇങ്ങനെ മുറിക്കുക ഗൈസ്. ഒന്നും കൂടി ആവാണ്ട് കേട്ടോ, ഒന്നും കൂടി ആക്കിയിട്ട് നമുക്ക് ചെയ്യാം ഗൈസ്. ഒന്നും കൂടി ഒന്ന് വൃത്തിയിൽ പൊടിയാവട്ടെ ഗൈസ്. ഇനി നമുക്ക് ഇവിടെ സെൻട്രൽ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. സെറ്റിച്ച് മുറിക്കണം കേട്ടോ, താഴത്തേക്ക് മുഖാരെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മുറിക്കുക ഗൈസ്. തീപ്പൊലി കട്ട് ചെയ്യുമ്പോൾ സെറ്റിക്കണം കേട്ടോ, വളയാറ് സെറ്റിക്കണം. നാളെ ഫ്രഷ് ആവുള്ളൂ, അടിപൊളി ആവുള്ളൂ ഗൈസ്. ഇതുപോലെ മുറിക്കുക ഗൈസ്. ഇതുപോലെ മുറിച്ച വേണ്ടിയിട്ടോ, ഫുള്ള് മുറിക്കാതെ ഇതുപോലെ പൊടിച്ചാൽ മതി, എന്നാലേ ആവുള്ളൂ. അത്യാവശ്യം മുടിയായിട്ടുള്ളൂ, ഒന്നും കൂടി ആവാണ്ട് ഗൈസ്. നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം, കുഴപ്പമില്ല. കുറച്ചെങ്കിൽ പൊടിയാവാണ്ട് കുഴപ്പമില്ല.
ഹലോ ഗായ്സ്, അപ്പം ബിസ്ക്കറ്റൊക്കെ പൊടിപ്പിച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതിക്ക് ഒരു വേറെ സംഭവം ചെയ്യാണ്ട് ഗൈസ്, ടേസ്റ്റിന് വേണ്ടി നമ്മൾ ബൂസ്റ്റ് ഉപയോഗിക്കുകയാണ്. ബൂസ്റ്റ് നമുക്ക് വേണം. ഇനി നമുക്ക് ഇനി ഈ ബൂസ്റ്റ് നമുക്ക് ഇതൊക്കെ ഇടാം. നമുക്ക് ഇതൊക്കെ ഇടാത്ത ഗൈസ് 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 ഒരു ബൂസ്റ്റ് ഫുള്ള് ഇടുന്ന ആവശ്യമില്ല, കുറച്ച് ഇട്ടാൽ മതി. അറ്റാച്ച് നമ്മൾ കണക്കായിട്ട് ഇട്ടാൽ വേണ്ടിയിട്ട് ഗൈസ് 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 നമുക്ക് ബൂസ്റ്റ് സവാതണം ഇതൊക്കെ ഈ ബാഗത്ത് പുറത്താവാതെ സെറ്റ് നമുക്ക് ഇതിക്ക് രസമിക്കുക. ഗൈസ് ഇങ്ങനെ ഇതുപോലെ വാവ് അടിപൊളി. അത്യാവശ്യത്തിന് നമുക്ക് ഇതാ ഇനി നമുക്കിത് നമുക്കിതിക്ക് ഒന്നും കൂടി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ ബിസ്ക്കറ്റ് കാണുന്ന രൂപത്തിൽ ബിസ്ക്കറ്റിൻ്റെ മേലെ ബൂസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓക്കെ എടാ. ഇനി നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് മിൽമ പാൽ വേണം. ഗൈസ് പാല് എന്നിട്ട് നമുക്ക് ഇതൊക്കെ പാല് ഇതൊക്കെ ഒഴിക്കാൻ വേണ്ടി അതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. ഇവിടെ ഗൈസ് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്കോപ്പാറാണ് ഉണ്ടാക്കുന്നത്. ചോക്കോപ്പാർ തിന്നാൻ വേണ്ടി ഒരു കോള് വേണ്ട, നമുക്ക് കോൾ ഉണ്ടാവില്ല. അപ്പം ഇതിന് വേണ്ടി സ്പൂൺ നമുക്ക് ഉപയോഗിച്ചാൽ വേണ്ടി സ്പൂൺ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ അടിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അയ്യോ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കുട്ടത്ത ഗൈസ് അടിക്ക് കുട്ട എന്താ ഗൈസ് അടിക്ക് പോയിട്ട് സ്പൂണ്. സോ ഈ സ്പൂൺ നമ്മൾ ഇതൊക്കെ താഴേക്ക് ഇറക്കുക. ഇനി നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പാൽ ഒഴിക്കണം, മിൽമാൽ ഒഴിക്കാം ഗൈസ്. സെറ്റിച്ച് നമുക്ക് ഇതൊക്കെ ഒഴിച്ചാണ് കേട്ടോ, സെറ്റിച്ച് നമുക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ പുറത്താവാതെ സെറ്റിക്കണം ഗൈസ്. സവാദിനെ ഒഴിപ്പിക്കാം കേട്ടോ ഗൈസ് ഗൈസ്. വാവ് അടിപൊളി. നമുക്ക് പാൽ ഒഴിച്ച് ഇനി നമുക്ക് ഒന്ന് സോഫ്റ്റായിട്ട് ഇങ്ങനെ കറക്കട്ടെ ഗൈസ്. ബൂസ്റ്റൊക്കെ എല്ലായിടത്ത് ആവണം. ഇനി നമുക്ക് അതിൻ്റെ മേലെ അറ്റാസിന് കുറച്ച് ഒന്നും കൂടി ബൂസ്റ്റാക്കി എടുത്തോ. ഗൈസ് ഇതുകൂടെ നമുക്ക് ബൂസ്റ്റ് ഒഴിക്കാം ഗൈസ്. വോ അടിപൊളി. ഹലോ ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കി, ബിസ്ക്കറ്റൊക്കെ പൊടിപ്പിച്ച് ബൂസ്റ്റൊക്കെ എടുത്ത് കിട്ടി അടിപൊളിയായി. നമ്മൾ എന്താ പറയുക ചോക്കോബാർ രൂപത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അടിപൊളി. ഓറിയോ ചോക്ലേറ്റ്, ഓറിയോ ചോക്കോബാർ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഗൈസ്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഐസിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മാക്സിമം ഒരു 7-8 മണിക്കൂർ നമുക്ക് വെക്കാം. ഇനി നമുക്ക് രാത്രി കാണാം, രാത്രി ഐസാവും. അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. രാത്രി പഞ്ചസാര ഉപയോഗിക്കില്ല, അത്യാവശ്യം ഇതിൽ മധുരമുണ്ട്. പഞ്ചസാര വേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇത് 7 മണിക്കൂർ ഐസിൽ ആക്കിയിട്ട് നമുക്ക് വെക്കാം. പിന്നെ അത് വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഗ്ലാസ് വെക്കാം. ഇതുപോലെ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മേലെ ആക്കിയിട്ട് ഫ്രണ്ട് ഐസ് വെക്കട്ടോ ഗൈസ്. ഗൈസ് അയ്യോ ചെന്താറ് സെറ്റിക്കാറ്, അയ്യോ ചെന്തി അയ്യോ ഇങ്ങനെ സെറ്റി ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഐസിൽ വെക്കാം ഗൈസ്. ഓക്കെ സെറ്റ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചോക്കോപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞ് ഗൈസ്. അപ്പം നമ്മളെ ചോക്കോപ്പാട് എന്താണ്, അപ്പോൾ നമ്മളിപ്പം ഇന്നലെ കൃത്യം 3 മണിക്ക് വെച്ചാണ്. ഇപ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞ്. അപ്പം നമ്മളിത് പൊടിച്ച് വെക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പോൾ മാക്സിമം ഒരു 13-14-15 മണിക്കൂറായിട്ടോ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട്. നമ്മളിതൊക്കെ പൊട്ടിച്ച് വെക്കാം. നല്ല കട്ടിയുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊട്ടിച്ച് വെക്കാം. നമുക്ക് ടേസ്റ്റൊക്കെ നമുക്ക് അടിപൊളിയാവും നോക്കാം നമുക്ക്. ഓക്കെ അവിടെ തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ പൊടിച്ച് വെക്കാം ഗൈസ്. സാധാരണ മുടിക്കട്ടെ ഗൈസ്.
കിട്ടിയ 13 മണിക്കൂറായിന് നമ്മൾ ഫ്രിഞ്ച് വെച്ചിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് മുറിക്കാം. കവർ മുറിക്കാൻ കുറച്ച് പണി, നല്ല കട്ടി വേണ്ടേ, ഫ്രിഞ്ച് വെച്ചിട്ട് നല്ല കട്ടി തന്നെ. അപ്പോൾ മുറിക്കാൻ കുറച്ച് പണിയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ബൂസ്റ്റിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. ഗൈസ് ഓ സീക്രട്ട് തന്നെ ചോക്കപ്പാടായിട്ടുണ്ട്, പക്ഷേ കവറെ പൊറിക്കാൻ കുറച്ച് പണി. വാ അടിപൊളി. അപ്പോൾ നമ്മൾ ചോക്കപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞ ഐസ്, ഇതാണ് നമ്മൾ ചോക്കപ്പാട്. അടിപൊളി എത്താം. വെള്ളങ്ങൾ ചിന്തി വരുന്നുണ്ട് ഐസായതുകൊണ്ടേ. അപ്പോൾ അടിപൊളി സംഭവമാണ് ചോക്കപ്പാട്. നമ്മൾ ചോക്കപ്പാട് അതാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കിയാലോ. അടിപൊളിയാട്ടോ ചോക്കപ്പാറ്, അടിപൊളി സംഭവമാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ചോക്കപ്പാറ്. വേറൊരു കയ്യിൽ 10-15 കയ്യിലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചോക്കപ്പാറ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിന് വേണ്ടി നമുക്ക് പാലും നമുക്ക് ഓറിയോ ബിസ്ക്കറ്റും ബൂസ്റ്റ് മാത്രം വേണ്ടി വീട്ടിൽ ഉണ്ടാക്കാനും. ഇതിപ്പോൾ 12 മണിക്കൂർ 13-14 മണിക്കൂർ വെച്ചിട്ടുണ്ട് നമ്മൾ. വെച്ചിട്ട് ഇന്നലെ 3 മണിക്ക് നമ്മൾ വെച്ചേ. ഇപ്പോൾ ഏകദേശം ഒരു ദിവസം ആവാനായി, 13-14 മണിക്കൂർ ആവാനായിട്ടോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിന് ടേസ്റ്റ് ഒക്കെ ഒന്നും കൂടി നോക്കാം. പ്രത്യേകം പറയാനുള്ളത് ഇവിടെയാണ് നല്ല സോഫ്റ്റ്, അടിപൊളി. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ വീഡിയോ കാണാത്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫോൺ പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കിട്ടിക്കാഴ്ച വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇപ്പം അതിനു മുമ്പേ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കല്ലേ, മെസ്സി. അപ്പോൾ നിങ്ങൾ ടീം ഏതാണ്? നിങ്ങൾ മെസ്സി ആണോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ആര് ജയിക്കും എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേൾഡ് കപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.